നമ്മോടൊപ്പം ഇപ്പോൾ ടീച്ചർ ചേരുന്നുണ്ട്. ടീച്ചറെ, ഇന്നലെ കല്യാണി എപ്പോഴാണ് വന്നത്? കല്യാണി രാവിലെ 10 മണിയായപ്പോഴത്തേനും അംഗൻവാടിയിൽ എത്തിച്ചത്. അമ്മയാണ് കൊണ്ടുവിട്ടത്. എത്ര മണിയോടുകൂടിയായിരുന്നു? 10 മണിയോടുകൂടി അമ്മയാണ് കൊണ്ടുവിട്ടത്. കൊണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലും മുഖഭാവം അങ്ങനെ വ്യത്യാസം? ഇല്ല, ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് വന്നത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. കല്യാണിയും അങ്ങനെ തന്നെയായിരുന്നു? കല്യാണി അങ്ങനെ തന്നെയായിരുന്നു. സന്തോഷമാണ് കല്യാണി. അംഗൻവാടി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾ ആക്റ്റീവാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് ആളങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ഒരു അവസരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. 1.5 വർഷമായിട്ട് ഇതുവരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയുള്ള ഒരു കുഞ്ഞാണ്. തിരിച്ച് എപ്പോഴാണ് അമ്മ കൊണ്ടുപോകാൻ വരുന്നത്? അമ്മ നമുക്ക് അംഗൻവാടിയുടെ സമയം 3:30 3:15 ആയപ്പോഴത്തേനും അമ്മ എത്തിയിരുന്നു. അമ്മ വന്നപ്പോഴത്തേനും കുഞ്ഞിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ അമ്മ അവിടെ ഇറയത്തിരുന്ന് കുഞ്ഞ് ഫുഡ് കഴിക്കണ വരെ അമ്മ കുഞ്ഞിൻ്റെ ഒപ്പം ഇരുന്ന് അമ്മ തന്നെയാണ് കഴിച്ചത്. കാരണം ഞാൻ ഇതിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൊച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ കഴിച്ച് കൊണ്ടുവന്ന് പോവാട്ടെ പറഞ്ഞ് പോവുകയാണ്. 3:30 ആയപ്പോഴത്തേനുമാണ് അംഗൻവാടിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തത്. ക്ലാസ് റൂം ഇതാണ്. ഇത് നമുക്ക് കുട്ടികളുടെ കല്യാണിയുടെ ബുക്കാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അവരിപ്പോൾ ഈ ഒരു പ്രായമാണല്ലോ, എന്നാലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് മിടിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളെ കളറിങ് ഒക്കെ ചെയ്യാനും ഇതൊക്കെ ഇവിടെ നിന്ന് ചെയ്യുന്നതാണ്. ഇന്നലെ വരയ്ക്കാനായിട്ട് കൊടുത്തില്ല. പിള്ളേരുടെ ഒപ്പം കളി. അവർ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ അതിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയോ ചെയ്ത്. അമ്മ വരുമ്പോൾ കുട്ടി എന്തെടുക്കുമായിരുന്നു? അമ്മ വന്നപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 3 മണി സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമല്ലോ. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാവരും. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ ഇവിടെ ഇരുന്നു? കഴിച്ചു തീരുന്ന ഇടം വരെ ഇവിടെ ഇരുന്നു. വെച്ചാൽ നമുക്ക് 3:30 ആവാതെ വിടാൻ പാടില്ല എന്നുകൊണ്ട് കൊച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ല. നേരത്തെ ഒന്നും അല്ല കൊണ്ടുപോയത്. 3:30 ആയപ്പോൾ തന്നെയാണ് കൊച്ചിനെ കൊണ്ടുപോയത്. ഇല്ല അങ്ങ് പോകുന്നെന്ന് ഒന്നും പറഞ്ഞില്ല. പോവാട്ടോ ഒന്നും പറഞ്ഞു പോയി. കാരണം റൊട്ടീനായിട്ട് അങ്ങനെ പറഞ്ഞു പോകണില്ല. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. ഇവരുടെ വീട് ഇച്ചിരി ദൂരമാണ് തോന്നുന്നില്ല. അപ്പോൾ എങ്ങനെ കുട്ടിയെ കൊണ്ടുപോകുന്നത്? കുട്ടീനെ ശരിക്കും പറഞ്ഞാൽ അമ്മ മാത്രമല്ല, അച്ഛനും കൊച്ചന്മാരും അതുപോലെ തന്നെ കൂട്ടുകാരിയുണ്ട്. കൂട്ടുകാരുടെ അച്ഛനും ഇവരാരാണോ വരുന്നത് അവരുടെ കൂടെ കൊച്ചു പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പോകുമ്പം കൂട്ടുകാരിയും ഇപ്പോൾ കൂട്ടുകാരുടെ അച്ഛനാണ് വരുന്നതെങ്കിലും ഈ 2 പേരെയും കൊണ്ടുപോകും. ഒറ്റയ്ക്കാണല്ലേ അമ്മ കൊണ്ടുപോയി? ഇന്നലെ അമ്മ വന്ന ദിവസം അമ്മ ഒറ്റയ്ക്ക് കല്യാണി മാത്രമേ. ഇന്നലെ കൂട്ടുകാരി കൊച്ചുണ്ടായിരുന്നില്ല, എനിക്ക് ഉണ്ടായിരുന്നില്ല. അതായത് അമ്മ നടന്നാണല്ലോ വരുന്നത്, കൊച്ചിൻ്റെ അടുത്തല്ല. അപ്പോൾ 2 പേരെയും കൂടെ നമുക്ക് ഇത്രയും വഴി ദൂരം അമ്മയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. എടുത്തുകൊണ്ടാണ് പോകാറ്. ഇവിടുന്ന് അംഗൻവാടിയിൽ നിന്ന് വീട് വരെയും കൊച്ചിനെ എടുത്തുകൊണ്ട് ആൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നടക്കാനായിട്ട്. അപ്പം അങ്ങനെ കൊച്ചിനെ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് മിക്കവാറും ദിവസങ്ങളിൽ പോകാറ്. ഇന്നലെ കുട്ടിയെ കാണാതെ വരും ടീച്ചർ എപ്പോഴാണ് അറിയുന്നത്? ഞാൻ വീട്ടിൽ ചെന്നൊരു 6:15 ആയപ്പോഴത്തേനും എന്നെ വാർഡ് മെമ്പർ വീണി ചേച്ചിയാണ് വിളിച്ചത്. ടീച്ചറെ ഇന്നലെ കൊച്ചെപ്പോഴാണ് അംഗൻവാടിയിൽ നിന്ന് പോയത്? അപ്പം ഞാൻ പറഞ്ഞു 3:30 ആയപ്പോഴത്തേനും ആണ് അംഗൻവാടിയിൽ നിന്ന് പോയത്. അമ്മയെ അവർ 2 പേരും വീട്ടിലോട്ട് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എവിടെയെങ്കിലും അമ്മയും കുഞ്ഞും കടയിൽ എവിടെയെങ്കിലും പോയതായിരിക്കും. 6:15 എന്നാലും നമുക്ക് തൃപ്പൂണിത്തറയ്ക്കല്ലേ പോകുന്നത്. വല്ല ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകണതായിരിക്കും അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചു. കുറച്ച് കഴിയുമ്പത്തിന് അച്ഛനും എന്നെ വിളിച്ചു. എപ്പോഴാണ് കൊച്ചു അംഗൻവാടിയിൽ നിന്ന് പോയതെന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 3:30 ആയപ്പോഴത്തേനും നമ്മുടെ ഇവിടെ പോയിട്ടുണ്ട്, 3:30 ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് അച്ഛനോടും പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അച്ഛനെ വിളിച്ചു. കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ വന്നില്ല എന്നുള്ള വിവരമാണ് അച്ഛനിൽ നിന്ന് കിട്ടിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആണ് അമ്മയും കുഞ്ഞും തന്നെ അമ്മ തന്നെ അമ്മയുടെ വീട്ടിലെത്തി. കുഞ്ഞ് ആ കൂടത്തിലില്ല എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിയണത്. അപ്പം അത്ര നേരം ഒരു ആശ്വാസമായിരുന്നു. അമ്മയും കുഞ്ഞും കൂടെ ആണല്ലോ വീട്ടിലേക്ക് എത്താതെ ഇരുന്നത്. പിന്നെയാണ് അമ്മ തന്നെയാണ് വീട്ടിലേക്ക് എത്തിയത്. കുഞ്ഞ് കൂടെ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അത് ഒട്ടും നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം 1.5 വർഷം ഞങ്ങൾ കുട്ടികളുമായിട്ട് ഞാൻ സിന്ധു ഒക്കെ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് ഞങ്ങൾക്ക് പറയാൻ. അംഗനവാടിയിൽ നിന്നുള്ള അധ്യാപികയും ജീവനക്കാരും എല്ലാം പറയുന്നത് കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന കൂടിയാണ്. കുട്ടികളോടൊന്നും അധികം സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നുകൂടി പറയുന്നു. ഇന്നലെ അമ്മ തനിയെ വീട്ടിലെത്തിയപ്പോഴാണ് ആശങ്ക കൂടിയത് എന്നും. അംഗനവാടിയിലെ ടീച്ചറാണ് ഇപ്പോൾ ശ്യാമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇല്ല അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും. ഇനി 1ാം ക്ലാസ്സിലേക്കാണല്ലേ കല്യാണി പഠിക്കാൻ പോകുന്നത്? ഇനി LKG-യിലേക്കാണ്. LKG സ്കൂളിൽ ചേർന്നു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞങ്ങൾ ഇനി ചേർത്തിരുന്നു. മാമല SNLP സ്കൂളാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങളിനി സ്കൂളിലോട്ടാണ് പോണത്. അപ്പോൾ കുട്ടി ദേഷ്യത്ത് പറഞ്ഞാൽ അവർ 2 പേരും ഒരു സ്കൂളിലോട്ടാണ് പോണത്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു.
ഇതിപ്പോൾ ഞങ്ങൾക്ക് എന്താണ് നമുക്ക് കൂട്ടത്തിൽ നിന്ന് കൊച്ച് മാറിപ്പോകും. നമ്മൾ ഒരിക്കലും ഇപ്പോഴും നമുക്കിപ്പം കേൾക്കുന്നതല്ലാതെ മനസ്സുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഇതുവരെയും. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ടീച്ചർമാർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കല്യാണി വരച്ചൊരു ചിത്രം കൂടിയാണിത്. ഒരു മാമ്പഴം, അതിൽ പേര് എഴുതിയിട്ടുണ്ട്, കല്യാണി സുഭാഷ് എന്ന പേര് കൂടി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇനി കല്യാണിയുടെ വരകളും ചിത്രങ്ങളും ഒന്നും ഇനി ഉണ്ടാകുകയില്ല. ഇതെല്ലാം ഇവിടെ ഈ അംഗനവാടിയിൽ ഇങ്ങനെ അവശേഷിക്കുകയും ചെയ്യും.